കായംകുളം വന്നിറങ്ങിയിട്ട് നമുക്ക് കുറച്ചൊരു ഡിലേ വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുകയാണ് അഴീക്കലിനടുത്തുള്ളൊരു കണ്ടൽക്കാട് കാണാനായിട്ട്. ഭയങ്കര ഒരു കണ്ടൽക്കാടാണെന്നാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ കായംകുളം ഒരു മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇപ്പോൾ കായംകുളമല്ല, ഇപ്പോൾ കൊല്ലത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ കൊല്ലവും കായംകുളം ചേർന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടം വരെ വന്നത് നിങ്ങളൊന്നും കണ്ടിട്ടു. അപ്പോഴത്തേക്ക് നമുക്ക് കണ്ടൽക്കാടുകളുടെ ഭംഗികൾ കണ്ട് ആസ്വദിച്ച് തുടങ്ങാം. അങ്ങനെ വീണ്ടും ഒരു വീഡിയോ തുടങ്ങാനായിട്ട് ഞാൻ രാവിലെ 2:50 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കാം കേട്ടോ. ഞാൻ പോകുന്നത് കായംകുളമാണ്. എൻ്റെ ട്രെയിൻ എന്ന് പറയുന്നത് മറ്റേ ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റിയാണ് 16341. അപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ കോച്ച് D1 ആണ്. അതിൽ വിൻഡോ സൈഡ് തന്നെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ. അപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഇനിയൊരു കറക്റ്റ് തന്നെ 1 മണിക്കൂറുണ്ട് വണ്ടി വരാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് സ്റ്റേഷൻ്റെ അകത്ത് പോയിട്ട് കാണാം. വന്നപ്പോൾ തന്നെ നമുക്കൊരു ട്രെയിൻ സ്പോട്ടിങ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇത് പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ആണ്. ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടല്ലോ ട്രെയിൻ വരുന്നത്. മെയിൻ ലൈനാണ്, ഇതിന് പതുക്കെ തന്നെ വരുന്നുള്ളൂ. വിജയവാഡയുടെ WP7 വെച്ചിട്ടാണ് വരണത്. അപ്പോൾ ഞാൻ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൽ കയറിയിട്ട് ഒരറ്റത്തിൽ നിന്ന് അറ്റം വരെ നടന്നു നോക്കിട്ടോ. ചിലയിടത്ത് മാത്രമേ കാപ്പി ഉള്ളൂ, പക്ഷെ അവിടെ പോലും സ്നാക്സ് ഒന്നുമില്ല. അപ്പോൾ ഈ സമയത്താണോ പുലർച്ചെ 3 മണിക്ക് കിട്ടണ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്നാക്സ് കിട്ടാത്ത സ്ഥിതിക്ക് കുടിക്കണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 ട്രെയിൻ ക്രോസിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോകുന്ന ട്രെയിൻ തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആണ്. അത് മറ്റേ മംഗലാപുരം സെൻട്രൽ മുംബൈ CST മുംബൈ LTT മത്സ്യഗന്ധിയായിട്ട് റൈറ്റ് ഷെയറിങ്ങുള്ള ട്രെയിനാട്ടോ 16347. അപ്പോൾ അതിപ്പോൾ ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഡിപ്പാർട്ട് ചെയ്ത് പോവാണ്. നമ്മുടെ ട്രെയിൻ വരാൻ ഇനിയും ഒരു 42 മിനിറ്റ് നമ്മുടെ ട്രെയിൻ വരും. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇരിക്കാം. ഞാൻ ചിലപ്പോൾ കാപ്പി മാത്രം കുടിക്കുകയായിരിക്കും, അറിയില്ല. ഒന്നും കിട്ടാത്തതുകൊണ്ട്, സ്നാക്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ചിലപ്പോഴേ കുടിക്കണ്ടാവുള്ളൂ. ഇതായിട്ട് ഞാൻ പറഞ്ഞ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് പോകുന്നത്, മത്സ്യഗന്ധിയുടെ റൈറ്റ് ഷെയറിംഗ് ഉള്ളത്. ഇതിപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് പോവാം കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴേക്കും മംഗലാപുരം എത്തിയിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് ട്രെയിൻ. ഞാൻ ഒരു കടയിൽ നിന്ന് കാപ്പി മേടിച്ചോട്ടോ. ഒരു നിവർത്തിയില്ല, അവിടെ സ്നാക്സ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ ഉന്മേഷം ഉണ്ടാവില്ല. റെയിൽവേ സ്റ്റേഷനിൽ 10 രൂപ ഉള്ളൂ കേട്ടോ കാപ്പിക്ക്. നമ്മുടെ ട്രെയിനിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന കോഫിക്കും 10 രൂപ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു കോഫി കുടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോഫി കുടിക്കുമ്പോൾ തന്നെ അടുത്ത ട്രെയിൻ അനൗൺസ് ചെയ്തു കേട്ടോ. മൈസൂരു കൊച്ചുവഴി ഇനി പറയുന്നില്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് അനൗൺസ്മെൻറ്റ് മാറ്റി തിരുവനന്തപുരം നോർത്ത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ട്രെയിനിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൈസൂരു തിരുവനന്തപുരം നോർത്ത് ട്രെയിൻ നമ്പർ 16315. അത് ഇപ്പോൾ വന്ന് കയറും. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം നോർത്ത് എന്നാണ് ഇപ്പോൾ കൊച്ചുവേളിക്ക് പറയണത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇതാട്ടോ അനൗൺസ്മെന്റ്. നമ്മുടെ ട്രെയിൻ അനൗൺസ്മെന്റ് ആട്ടോ. ട്രെയിൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇല്ല, ഒരു 9 മിനിറ്റ് ബിഫോർ അടിച്ച് വരുന്നുണ്ട്. അങ്ങനെ കൃത്യം ഒരു 3:41 ആകുമ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെന്റ് വന്നിരിക്കുക കേട്ടോ. ഒരു 9 മിനിറ്റ് ബിഫോർ തന്നെ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പൂന്നത്ത് വന്ന് കിടക്കുന്നുണ്ടാവും, അറിയില്ല. അപ്പോൾ എങ്ങനെ പോയാലും നേരത്തെ വന്നാലും ട്രെയിനിൻ്റെ സമയത്ത് തന്നെ ആയിട്ടാ ഡിപ്പാർച്ചറായി പോകുള്ളൂ. 3:50 അറൈവൽ, 3:52 ഡിപ്പാർച്ചർ. അപ്പോൾ എങ്ങനെ വരണോ പോകണമെന്നൊക്കെ കണ്ടറിയാം. ഗൈസ്, ബിഫോർ ഒന്നും അടിച്ചലാട്ടോ വരണത്, സമയത്ത് തന്നെയാണ് വരണത്. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 51 ആകുമ്പോഴാണ് വരണത്. 1 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കാരണം കേട്ടോ. ഞാൻ നേരത്തെ കുറേ ഡയലോഗൊക്കെ പറഞ്ഞു ബിഫോറാണ്, ഒരിക്കലും അല്ല കേട്ടോ. അപ്പം അതൊക്കെ തന്നെയാണ് വരുന്നത് വണ്ടി. ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കത്തിച്ചടിച്ചോട്ട് പോയാൽ നമുക്ക് കറക്റ്റ് സമയത്ത് കായംകുളം എത്താൻ പറ്റും. 7:20 കായംകുളം റൈറ്റ് ടൈം.
നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുക കേട്ടോ. ഇതിലിപ്പോൾ ആരുമില്ല. യൂഷ്വലി തിരക്കൊക്കെ മിക്കവാറും ആലുവ, അങ്കമാലി, എറണാകുളത്തിൽ നിന്നൊക്കെ തന്നെ ആവുള്ളൂ. എറണാകുളം സൗത്തിൽ നല്ല തിരക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ ട്രെയിനൊരു 2 മിനിറ്റ് ഡിലേ ആയിട്ട് ഞാൻ വന്നത് കേട്ടോ. 8:50 1:52 എടുക്കാൻ വേണ്ടി 8:52 വന്നത്. ഒരു 8:54 ആകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 3 മണിക്കൂർ 25 മിനിറ്റാണ് കായംകുളത്തേക്ക് പറഞ്ഞിരിക്കണത്. അപ്പോൾ 8 ആയതുകൊണ്ട് പോണ വഴിക്ക് ചിലപ്പോൾ സ്പീഡപ്പ് ആക്കിയിരിക്കുന്നു തോന്നുന്നു. ബാക്കിയുള്ള നമുക്ക് കാണാം വഴിയെ എപ്പോഴെത്ര എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴി നമ്മളോട് പറയാം. നമ്മുടെ ട്രെയിനിൻ്റെ സീറ്റ് ഇതാട്ടോ. ഇപ്പോഴത്തെ ജനശതാബ്ദിയുടെ അതേ സീറ്റിംഗ് ആണ്. ഇതിലൊക്കെ 3 പേരിരിക്കും. 3 പേരൊക്കെ ഇരിക്കുന്നത് ഭയങ്കര കഷ്ടിച്ചാണ് ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാലും സീറ്റ് കണക്കാണ്. ഇപ്പോൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു 3:55 ആകുമ്പോൾ ട്രെയിൻ വിട്ടിട്ടുണ്ട്. ലിറ്ററിൽ എത്ര സമയമാണെന്ന് അറിയില്ല എത്താൻ. ഇപ്പം നല്ല ഇരുട്ടും കൂടെയാണ്. പിന്നെ ബാക്കിയുള്ള ഞാൻ പോകണ വഴിക്ക് എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം. തൃശ്ശൂരിൽ നിന്ന് എടുത്തപ്പോൾ നല്ല പറപ്പീരാട്ടോ. എന്താ പറയുക, ഇവിടെ ഉള്ള ഒരു അനുവദിച്ചുള്ള സ്പീഡിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് ട്രെയിൻ. ഇനിയിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാലുള്ള അടുത്ത ഹോൾട്ട് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട, പുതുക്കാട് കേട്ടോ. ഇരിങ്ങാലക്കുട, ചാലക്കുടി, അങ്കമാലി, ആലുവ, എറണാകുളം സൗത്ത്, ഇങ്ങനെയാണ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ തുറവൂരൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് പുറത്തൊന്നും എടുക്കാത്തത്. അപ്പോൾ നേരം ഒന്ന് വെളുത്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറ്റണ രീതിയിലൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചിടാം കേട്ടോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാട്ടാ. ഉരുട്ടലാണ് വണ്ടി ഇട്ടിട്ട്. എന്താണെന്നൊരു പിടിയില്ല. ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ വിട്ടത് മുതൽ ഈ ഒരു ഉരുട്ടലാണ്. ഇതിൻ്റെ മേലേക്ക് വണ്ടി പോയിട്ടില്ല. ഇനിയിപ്പോൾ ട്രാക്കിൻ്റെ വർക്ക് നടക്കണമെന്നൊന്നും അറിയില്ല. മഞ്ഞുരുട്ടലാണ്. ഇപ്പോൾ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. നല്ലോണം എനിക്കിത് ബാഡ് അടിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും എടപ്പള്ളി കൊണ്ട് പിടിച്ച് ഇതിപ്പോൾ മൊത്തം തേപ്പ് കിട്ടണ പോലെ കേട്ടോ. ഇത് എന്താ പറയുക, ചാലക്കുടി കഴിഞ്ഞ പോലെ ട്രെയിൻ വലിയ സ്പീഡൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ എന്താ പറയുക, ഇട്ടുരുട്ടൽ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഒരു ആലുവ സ്ട്രെച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സ്പീഡ് എടുത്തും സമാനയിച്ചപ്പോഴാണ് നേരെ കൊണ്ട് എടപ്പള്ളിയിൽ കൊണ്ട് ചവിട്ടിയത് കേട്ടോ. കളമശ്ശേരിയിൽ ചവിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് എടുത്തു. പക്ഷെ എന്നാലിപ്പോൾ അവിടെ കൊണ്ട് ചവിട്ടിയിരിക്കുകയാണ്. ചിലപ്പോൾ സൗത്തിൽ ഒഴിവില്ലാത്ത കൊണ്ടാവും തോന്നുന്നു ഇവിടെ ചവിട്ടിയിട്ടിരിക്കണത്. വേഗം എടുത്തു കഴിഞ്ഞാൽ കൊള്ളാം. അല്ലെങ്കിൽ ഒരുമാതിരി ഭയങ്കര ലാഗായി പോകും നമുക്ക് ഇവിടെ നിന്ന് പോവാൻ. നമ്മളൊരു 5:45 എറണാകുളം സൗത്തിൽ വന്ന് കിടക്കാം കേട്ടോ. എറണാകുളം ജംഗ്ഷൻ. ഇവിടെ ഒരു 5 മിനിറ്റ് ഹോൾട്ട് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതുവരെ ആകെ ഒരു കുഴപ്പമുണ്ടായ റണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലുവ കഴിഞ്ഞിട്ടും കുറച്ച് ഇതായിട്ടാണ് വന്നത് വണ്ടി. പിന്നെ എടപ്പള്ളിയിലൊന്ന് പിടിച്ചു. ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ. അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇപ്പോൾ സൗത്തിൽ വന്ന് കയറിയിരിക്കണത്. സൗത്തിൽ എന്തായാലും 5 മിനിറ്റിൻ്റെ ഹോൾട്ട് എന്തായാലും ഉണ്ടാവും. മെയിൻ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ. നമ്മളൊരു 5 മിനിറ്റിൻ്റെ എന്താ പറയുക ഒരു ഹോൾട്ടിന് ശേഷം ഇവിടെ നിന്ന് വിട്ടിരിക്കുക കേട്ടോ. 3:45 വന്നു. 52 ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ആയിട്ടുള്ളൂ ഇവിടെ നിന്ന്. 7 മിനിറ്റ് ഒന്നും വലിയ ലാഗൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും സിംഗിൾ ട്രാക്കാണ്. അപ്പോൾ വലിയ പിടിച്ചിടലൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം എത്താൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി പാലമായ അരൂര് പാലത്തിലേക്ക് നമ്മളൊന്ന് കയറിയിരിക്കുക കേട്ടോ. ഇത് എറണാകുളം ആലപ്പുഴ ജില്ലയുടെ ഒരു എന്താ പറയുക ഒരു ബോർഡറാണ്. അരൂരിൻ്റെ ഇപ്പുറം എറണാകുളം, അരൂർ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ കയറട്ടോ. അപ്പോൾ ഒരു ബോർഡർ പാലാണ്. ഇപ്പോൾ നമ്മൾ നേരെ ചെന്ന് ആലപ്പുഴ ജില്ലയിലേക്കാണ് കയറുക. അപ്പോൾ കായലാണ് ഇതിന് അടിയിൽ കൂടെ പോകുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുണ്ടാവും. ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുലർച്ചെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ എനിക്ക് ഈ കായലിൽ കിട്ടിയത്. എപ്പോഴും ഞാൻ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഈ കായൽ മിസ് ചെയ്യാണ്ട് നോക്കിയിരിക്കാറുണ്ട്. അത്രയും ഭംഗിയാണ് നമുക്ക് 2 സൈഡിലും. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്കറിയാം രാവിലെ ആ ഒരു സൺറൈസിൻ്റെ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയാവും. പിന്നെ എന്താ പറയുക ഒന്ന് കോട മൂടിയിരിക്കണൊക്കെ പോലെ തോന്നിയിട്ടോ. അങ്ങനെ എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ പാലത്തിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയത്. എന്താ പറയുക ഒരു കുറവുണ്ടായിരുന്നില്ല അതിൻ്റെ മേലെ കൂടെ പോകുന്ന സമയത്ത്. ട്രെയിൻ പോകുമ്പോൾ എപ്പോഴും അടിപൊളി ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ചെന്ന് കയറും.
അങ്ങനെ നമ്മളൊരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ട് കായംകുളം വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. 20 മിനിറ്റ് ലേറ്റ് ആയി. അപ്പോൾ അതിനനുസരിച്ച് വേഗം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്ലാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ട്രെയിൻ അടിപൊളിയാട്ടോ. ട്രെയിൻ നല്ല ട്രെയിൻ തന്നെയാണ്. കുറച്ച് ഡിലേ ആണെങ്കിലും എന്താ പറയുക, ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. ആക്ച്വലി സാറിന് തിരക്ക് കൂടുതലാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സൺഡേ ഇത്രയും തിരക്കില്ല വണ്ടിയിൽ. റിസർവ് ചെയ്ത് വരാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് അൺറിസർവ് ചെയ്ത് കയറാണെങ്കിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടും കേട്ടോ. നല്ല ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി പുറത്ത് പോയിട്ട് എന്താ പരിപാടി എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഇതേ നമ്മുടെ കണ്ടൽക്കാട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ വയ്ക്കാം. ഈ മെയിൻ റോഡിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇപ്പുറത്തെ തോണികളൊക്കെ കിടക്കണ കാണാം. ഇതൊരു ടൈപ്പ് കാടാണ്. അപ്പോൾ നേരെ നമ്മൾ അകത്തേക്ക് ഇറങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇറങ്ങിയിട്ടുള്ള വിഷയം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കണ്ടൽക്കാട് കാണാൻ എൻ്റെ ഉള്ളിലേക്ക് പോകട്ടെ. എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സാണ്. സോ അവർ മുമ്പിലുണ്ട്, ഞാൻ എൻ്റെ ക്യാമറയും പിടിച്ച് പതുക്കെ പോകണത്. ഒരു ചേച്ചി നടന്നു വരുന്നുണ്ട്. ഓ, ഇത് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ടെറർ ഫീലാട്ടാ. സീൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡീപ്പായിട്ട് പറഞ്ഞത്. ഒരു വിധം പിടിച്ച് നടക്കാം. അമ്മ, അയ്യോ അമ്മ. ഇതാണൊരു പകുതിയുള്ളൊരു വ്യൂ. കൊള്ളാം മൊത്തത്തിൽ. ഓ, ഇതിനെക്കുറിച്ച് ഇപ്പം എന്താ പറയുക, അടിപൊളി. മൊത്തത്തിലൊരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഇടയ്ക്കൊന്ന് പേടിയാവും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആൾക്കാരറിയാണ്ട് വന്ന് നമ്മളൊരു ആരെങ്കിലും അറിയാൻ ആൾക്കാരോട് ഒരു വട്ടം വരാണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും, ശരിക്കും പെടും. അപ്പോൾ അറിയണവരുടെ കൂടെ മാക്സിമം വരിക, എന്നാലാണ് നമുക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെടും. സീൻ പോലെ ഉണ്ട് മൊത്തത്തിൽ. ഒരു രക്ഷയില്ല, വീണ ശരിക്കും പെട്ടു. നല്ല വെള്ളം കേട്ടോ. എൻ്റെ കാലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മൊത്തത്തിൽ നനഞ്ഞിരിക്കുക. ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് ആരും വിശ്വസിക്കില്ല കണ്ടു കഴിഞ്ഞാൽ. എന്താ പറയുക, ഇങ്ങനൊരു സ്ഥലം. കണ്ടൽക്കാടെന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇതിന് പറയണം നമ്മളിതിന്. ഈ സ്ഥലമൊക്കെ വന്ന് കാണണം എല്ലാവരും. ഈ അൾട്രാവൈഡ് വയ്ക്കണ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓരോ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ വേറെ തന്നെ കേട്ടാ. പക്ഷെ ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, അറിയണവരുടെ കൂടെ മാത്രം വരിക, അല്ലെങ്കിൽ വന്ന് ഇതിൻ്റെ അകത്ത് പെടും. പെട്ടതാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരും കൊണ്ട് ഞാൻ അവരുടെ ധൈര്യത്തിൽ ഇങ്ങനെ നടക്കുക കേട്ടോ. സീനാണ് മൊത്തത്തിൽ. കൊള്ളാല്ലേ. എവിടെ തോണി നീ പറഞ്ഞ എവിടെയാ? വെള്ളം കുറഞ്ഞോണ്ടല്ലേ? ഇത് പൊളിയാണ്. എന്റെ അമ്മ ഇവിടൊക്കെ ഈ സമയത്ത് വന്നാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇരുട്ട് മാത്രല്ല, വെള്ളം ഇങ്ങനെ കുറയണ സമയത്ത് വന്നാൽ പൊളിയാ. വെള്ളം ഫുൾ അപ്പൊ അങ്ങനെ വന്നിട്ട് എന്താ കാര്യം, മൊത്തത്തിൽ നനഞ്ഞു പോകേണ്ടി വരില്ലേ? പക്ഷെ കുറെ പേർക്ക് വരണത് അത് ഇഷ്ടപ്പെടും തോന്നില്ല. വ്യൂ പൊളി കേട്ടോ. കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ നീ കൊണ്ടുവന്ന. കായംകുളം ടൂർ ഗൈഡ്. ഈ കായംകുളം ടൂർ ഗൈഡ് വൈകാണ്ട് തൃശ്ശൂർ ടൂർ ഗൈഡ് ആവും ഇനി. അതിനെ സംഭവിച്ചത് അയ്യോ, കണ്ടൽക്കാടുകളിൽ പെട്ട് വീണു. കായംകുളത്തിന്റെ കണ്ടൽക്കാടുകൾക്കിടയിൽ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ത് നിങ്ങൾക്കറിയണമെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്റെ അമ്മേ, ഇതിന്റെ ഇടയ്ക്ക് അതെന്താ പരിപാടി? അത് കൊള്ളാലോ. ഐസ് ഫാക്ടറി ആണ് തോന്നുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒന്നും പോരാ, ഇനിയും കിട്ടണം. പാലം കാണാൻ പറ്റുമോ? കിട്ടി.
നടന്നിപ്പോ നമ്മൾ 1 കിലോമീറ്റർ നടന്നുണ്ടാവൂലല്ലോ, ഒരു 500 മീറ്റർ നടന്നുണ്ടാവില്ലേ? എല്ലാം ഒരേപോലെ തന്നെയാണുള്ളത്. 500 നടന്നുണ്ടാവോ? എത്രയുണ്ട്? 1 കിലോമീറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒരേപോലെയാണ്. പക്ഷെ എന്താ പറയാ, വന്നു കഴിഞ്ഞാൽ നല്ല അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് പോവാം. പക്ഷെ ഫുൾ വെള്ളമാണ്. പേടിയുള്ളവർ നോക്കിയിട്ട് വന്നാൽ മതി. കാരണം എല്ലാം ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. പക്ഷെ ഭംഗിയുമാണ്, അതുകൊണ്ട് മിസ്സാക്കരുത്. ചൂടിന്റെ സമയത്ത് വരികയാണെങ്കിൽ കൈ തൂപ്പി വെള്ളം പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാൻ പിടിച്ചോ, അല്ലെങ്കിൽ കയ്യിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും പിടിച്ചു വന്നോ. ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. വെള്ളം പിടിച്ചാൽ മതി. വെള്ളമാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഇതിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ പുറത്തിറങ്ങി അങ്ങോട്ട് പോയാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. അതുവരെ നമ്മൾ ശരിക്കും പെടും. വെള്ളം പിടിച്ച് മാത്രം അകത്ത് വരിക. ഒരേപോലെ ഏരിയ കൊണ്ട് ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, അറിയണവരും വഴി കൺഫ്യൂഷൻ ആവും. അതൊക്കെ നോക്കിയിട്ട് വന്നാൽ മതി. പക്ഷെ ഒരേ റൂട്ട് തന്നെയാണ്. വെള്ളം ഇങ്ങനെ കിടക്കണോണ്ട് അറ്റം വരെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഈ നടന്ന് വന്ന വഴിയായിട്ട് ഞാനിപ്പോൾ കാണിക്കണത്. ഇപ്പം അവിടെ നിന്ന് ഞാൻ നടന്ന് ഒരുവിധം വന്ന് എത്തിയിട്ട് നമ്മളിത് നേരെ അറ്റത്തേക്ക് പോകട്ടെ. അവിടെ പോകുമ്പോൾ നമുക്ക് പുഴയാണെന്ന് അറിയില്ല. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നൊരു സോഴ്സാണ്. അപ്പോൾ അതവിടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. അവിടം വരെ നമ്മൾ പോകും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ഭംഗി വീണ്ടും ഞാൻ കാണിച്ചു തരാം. തിരിച്ചു പോകുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാട്ടോ. അത്രയും ഒരു രക്ഷയിലെന്ന് വെച്ചാൽ വന്നത് എനിക്ക് വെറുത്തായിട്ടാണ് തോന്നുന്നത്. അതിന് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. ഇവിടെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വന്ന് കണ്ടിട്ട് പോവാം. അതിൻ്റെ അപ്പുറത്തോട്ട് എന്തായാലും കിടക്കാൻ പറ്റില്ല, അത് പുഴയാണ്. അവിടം വരെ നമ്മൾ സൂക്ഷിച്ച് പോയി. അവിടെ വരെ പോകാൻ പറ്റുന്നറിയില്ല. അവിടെ സ്റ്റക്ക് ആവണം. അവിടെ നിന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. പുഴയുടെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നിന്നൊരു വഴി കണ്ടിട്ട് കേട്ടോ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് കയറി പോകുമ്പോൾ അവിടെ ഒരു പാലം കാണാണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് പകർത്താൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് വഴി. അപ്പോൾ അതൊക്കെ തന്നെ പോകണം. എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരിപ്പോൾ പറഞ്ഞ് നേരെ വരാനാണ്. നേരെ തന്നെയാണ് ഞാൻ പോണത് എടുത്തെടുത്ത്. മൊത്തത്തിൽ കൊള്ളാട്ടോ. അതെ, നേരെ നമ്മൾ ചെന്ന് കയറുന്നത് പാലത്തേക്കാട്ടോ. എൻ്റെ ഒട്ടയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടിയാവട്ടെ. അതിൻ്റെ ഇടയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ്. പക്ഷെ എൻ്റെ അകത്തേക്കൊന്നും ആരും കയറാൻ നിൽക്കരുത്. വഴി കൂടെ മാത്രം പോവുക, അത്രേ പറയുള്ളൂ. അതിൻ്റെ അകത്തൊക്കെ കയറി പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാവും. സൂക്ഷിച്ച് തന്നെ പോവുക. കൊള്ളാം. അപ്പം നമ്മൾ ഈ ചെന്ന് ചെറിയ പാലാണ് കാണാൻ പോകണം. അപ്പോൾ അവരിറങ്ങി വന്നാൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കൂടെ എങ്ങനെ കയറുന്നൊരു പിടുത്തലാണ്. ഇതേ കയറാൻ പോവാണ്. എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആരൊന്നും വിചാരിക്കരുത്, ഞാൻ അതിന് വേണ്ടി എടുക്കണതാണ്. സൂക്ഷിച്ചൊക്കെ കയറ്, പണി കിട്ടാണ്ട്. അതല്ലെങ്കിൽ ഇത് കയറിക്കോ, ഒന്നും ഉണ്ടാവില്ല. ഇത് ഇനി ഞാൻ കയറി ഒരാളതാ. കേറി. അത് സാഹസികമായി കയറി. അതാണ് എന്റെ ചോദ്യം. നമ്മൾ ഒതളങ്ങാത്തുരുത്തിലേക്ക് പോവാട്ടോ. ആ ഒരു വെബ് സീരീസിൽ ഫേമസ് ആയ ഒതളങ്ങാത്തുരുത്താണ്. ആ സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങിപ്പോണ്ട പാലിറങ്ങിയിട്ട്. അപ്പോൾ ആ പാട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, വണ്ടിനെ തേടും ഞാനൊരു പൂവിൻമുട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ പാടി ഇതിൻ്റെ മേലെ കൂടെ പോവാണ്. ഈ വ്യൂ ഒരു രക്ഷയില്ല, മൊത്തത്തിൽ പൊളിയാ. ഇതിൻ്റെ മേലെ കൂടെ ഇറങ്ങണം. ഇനിയിപ്പോൾ ഇറങ്ങണത് എന്താണെന്നൊരു പണി അതിൽ. ഇറങ്ങണത് അടിപൊളിയായി തോന്നുന്നു. ഇറങ്ങാൻ കുഴപ്പമില്ല, ഇറങ്ങാം. നമ്മൾ ഈ സൈഡ് പിടിച്ച് ഒതളങ്ങാത്തുരുത്തിലോട്ട്. ആ പാലം കയറി ഇറങ്ങി നമ്മൾ ഇതേ പോവാണ് ഒതളങ്ങാത്തുരുത്തിൽ. എന്താണെന്നൊന്നും അറിയില്ല, പോയി നോക്കാം. സീരീസുള്ള പോലെ കണ്ടാൽ മതി. പക്ഷെ രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ എന്താ പറയുക, ഇവിടെ വരണേല് ഞാൻ എന്തായാലും ഇത് പറയില്ല, ഡിസപ്പോയിന്റ് ആവില്ല. നമ്മൾ വന്നാൽ കാണാനുള്ളതുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ നമ്മളിത് നേരെ ചെന്നുകൊണ്ടിരിക്കണ അറ്റത്തേക്കാണ്. ഇവിടെ തന്നെ കുറേ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. കുറേ ഇഷ്ടംപോലെ നിന്ന് ഷൂട്ട് ചെയ്യാൻ. നടന്ന് ക്ഷീണിച്ചിട്ട് ഞാൻ മരത്തിൻ്റെ താഴെ വന്ന് നിന്നിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഒതളങ്ങാത്തുരുത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല എന്താ പറയുക, ആ തുരുത്തിൻ്റെ ഇടയിൽ കൂടെയും പിന്നെ ആ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്നുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ പാലം കയറാൻ മാത്രമാണ് കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നത്. നമ്മൾ കയറി ഇറങ്ങി. ഇനി നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകണം. ഒരു ഇതേപോലെ തന്നെ കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ടിൽ ആ സീരീസിൽ കണ്ട ഒതളങ്ങാത്തുരുത്തിലേക്കാണ് നമ്മൾ എത്തുക.
ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് നേരെ കാണുന്ന ആ വഴിയാട്ടോ നമ്മളിപ്പോൾ നടന്ന് കയറി വന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ പാലം കയറി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നതാട്ടോ യോധളങ്ങാതുരത്തിലേക്ക്. അപ്പം ഇനി നമുക്ക് വണ്ടിനെ തേടി നേരെ മുന്നോട്ട് നടക്കാം. ആ പാട്ട് നമുക്ക് മനസ്സിൽ വിചാരിച്ച് തന്നെ ഇങ്ങോട്ട് പോവാം. അടിപൊളിയാവും. ആ ചേട്ടൻ മൈൻഡ് ചെയ്യാണ്ട് പോവാണ്. വരുന്നുണ്ട് തോന്നുന്നു. സമ്മതിച്ചില്ല. വേറെ ആരോടെങ്കിലും ചോദിക്കാം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ കാഴ്ച കിട്ടി. നമുക്ക് നേരെ മുന്നോട്ട് വീണ്ടും നടക്കാം. അതിന് പോണതിന് മുന്നേ ഞാൻ നേരെ സൈഡിലെടുത്ത് നടക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഒരു എന്താ പറയുക, തുരുത്തിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ പോയി നോക്കാം. ഇത് മൊത്തം ഇതേപോലത്തെ കാടുകൾ തന്നെയാണ്. ഫുൾ സെറ്റപ്പാണ്. ഒന്നകത്ത് പോയി നോക്കി നമുക്ക് അറിയാൻ പറ്റും എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ സൈഡിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ വീടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര ഫ്രണ്ടോട്ട് പോകണില്ല. ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഭംഗി കാണാണ്ട്. പൊതുവെങ്ങാതുരുത്ത് നമുക്ക് നേരെ നടക്കണം. നമ്മൾ അതിന് പകരം സൈഡ് പിടിച്ച് അകത്ത് നടന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയും കാണാനൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇവിടെ ഉള്ളവർക്കും അല്ല പുറത്തുനിന്ന് പറഞ്ഞവർക്കും അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ഉച്ച കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടൽക്കാട് കണ്ട പാലം കയറി ഇറങ്ങി നേരെ വന്നു കഴിഞ്ഞാൽ ഒതളങ്ങാതുരത്തിൻ്റെ സൈഡിലായാലും കുറേ കാണാനുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സമയം പോകും. ഞാനിപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് നേരെ നടക്കുക കേട്ടോ. ഇത് നേരെ നടക്കുന്നതും ഒതളങ്ങാതുരത്തിലേക്കുള്ള വഴി തന്നെയാണ്. അപ്പോൾ ഇത് നേരെ മുന്നോട്ടുള്ള നടത്തമാണ്. ഈ വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും തന്നെ നല്ല അടിപൊളി തന്നെയാണ് കാണാൻ. അപ്പോൾ ഇവിടെ എത്തി തോന്നുന്ന സംഭവം ഇതാണ്ടൊക്കെ. ഇവിടെ വേറെ ഒന്നും കാണാനില്ല. കുറച്ച് ബോട്ടുകൾ മാത്രമേ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എത്രത്തോളം മുമ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാലം ഉണ്ട്. നമുക്ക് ആ പാലം കൂടെ കയറാം. ആ പാലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതെന്തായാലും ഒന്ന് കയറി നോക്കാം. അവിടെ നിന്ന് വരെ നമുക്കൊന്ന് പോവാം. നല്ലതാണെന്ന് തോന്നുന്നു. അതിനെ ഫ്രണ്ടിലോട്ട് പോണേ. ഇനിയിപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട് ഈ സമയം കൊണ്ട്. ഇല്ല കേട്ടോ, ആ പാലത്തിൻ്റെ പോലെ ഇതിന് കുഴപ്പമില്ല. അതിൻ്റെ ആ പാലം നമുക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ദ്രവിച്ച് ആകെ മൊത്തത്തിൽ കോളായിട്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നമുക്കൊരു സ്ലോപ്പ് പോലെ കേട്ടോ, സ്റ്റെപ്പല്ല, സ്ലോപ്പ് കയറി മേലോട്ട് പോകണം. അത് മൊത്തം നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങോട്ടും പോകുന്നുണ്ട് പുഴയുടെ ഒരു ഭാഗം. പാലത്തിൻ്റെ അവിടെ നിന്നാണ് ഇവർ തിരിഞ്ഞ് പോകണം. അപ്പം മീൻ പിടുത്തതിനായിട്ട് ഇവർ റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിതേ മുമ്പിലോട്ട് തന്നെ പോവാണ്. അപ്പോൾ ആ പാലത്തിൻ്റെ മേലെ കയറി ഞാൻ പറഞ്ഞില്ല, ആ സ്ലോപ്പ് ആയതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കയറി ഇറങ്ങിയ ശേഷം ഒതളങ്ങാതുരത്താണ്. അപ്പോൾ ഈ കണ്ടൽക്കാട് നമ്മൾ അവിടെ നിന്ന് വന്ന് നമ്മൾ ഈ നേരെ വന്ന് ആ കാണുന്ന ആ പാലം കയറി നേരെ മുന്നോട്ട് വന്ന് ഇപ്പോൾ നമ്മൾ ഈ പാലം കയറിയിട്ടാണ് പോയിറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നടക്കാറുണ്ട് അതിൻ്റെ ഉള്ളിൽ. പറഞ്ഞവരൊരു 2 കിലോമീറ്ററൊക്കെ നടക്കാനുള്ളൊരു ഇതിൽ കരുതി വന്നാൽ മതി. ചിലപ്പോൾ അതിൻ്റെ മേലെ ആവട്ടെ തിരിച്ച് നടക്കണമെങ്കിൽ അങ്ങോട്ട്. അപ്പോൾ ഒരു 4 കിലോമീറ്റർ നിങ്ങൾ കണക്കാക്കിക്കോ അപ്പം എൻ്റെ നടക്കാൻ നടന്ന് കാണാനായിട്ട്. നമ്മുടെ സമയദോഷം പറഞ്ഞ പോലെ ഇതേപോലെ തന്നെയൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ ഇവിടെ. ഒതളങ്ങാതുരത്ത് എന്താ എത്താതെ കുറേയല്ലോ നമ്മൾ നടക്കണു. ഇതൊക്കെ തന്നെയാണല്ലേ. അപ്പം ഇതൊക്കെ തന്നെയാട്ടോ ഒതളങ്ങാതുരത്ത് എന്ന് പറയണത്. ആ പാലൊക്കെയാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്പോട്ട്. ഇവിടുന്ന് പട്ടികൾ ഇങ്ങോട്ട് നീന്തി വരാൻ നോക്കുന്നു. പക്ഷെ കൺഫ്യൂഷൻ അടിച്ച് വീണ്ടും അവിടെ തന്നെ നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. ഒരെണ്ണം നീന്തി ഇങ്ങോട്ട് വന്നു, ഒരെണ്ണം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. എൻ്റെ അമ്മേ, നടന്ന് അങ്ങനെ തുരുത്തുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി തിരിച്ചടക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ്. തിരിച്ച് ബോട്ടിൽ പോവാ, തിരിച്ചടക്കണ്ടേ ഇനി. ഓ, നടന്നിരിക്കും. നടക്കാണ്ട് വേറെ വഴിയൊന്നുമില്ല, ബോട്ടൊന്നുമില്ല, നടന്ന് തന്നെ പോകണം. നടക്കാൻ ക്ഷമയുള്ളവർ മാത്രം വന്ന് കണ്ടാൽ മതി.
പിന്നെ വെള്ളം കുപ്പിയും കൈ പിടിക്കുക. ഉടനെ മനുഷ്യനെ കുറച്ച് ഇടയ്ക്കൊക്കെ അവിടെ കാണാനുണ്ട്, പക്ഷെ വേറെ ആരും ഇവിടെ കാണാനില്ല. പെപ്സിയോ വെള്ളമോ എന്തായാലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നടന്ന് ഇതിൻ്റെ അറ്റത്ത് എത്തി, തിരിച്ചടന്നിട്ട് വേണം വെള്ളം മേടിച്ചു കുടിക്കാൻ. ഏത് ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് അങ്ങോട്ട് എത്തിയിട്ട് വേണം വെള്ളം കിട്ടാൻ. ബാക്കിയുള്ളത് പോവന്നെ. അറ്റത്ത് നടന്നെത്തിയ സമയത്ത് നമുക്ക് ദുരൂഹത പിടിച്ചൊരു വീട് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ. അതിന്റെ ഇടയ്ക്ക് ഒരു സൗണ്ട് എഫക്റ്റും വരുന്നുണ്ട്. നല്ല അടിപൊളി സൗണ്ട് എഫക്റ്റ് ആണ്. എക്സ്പീരിയൻസ് ഉണ്ടോ നല്ലോണം. അപ്പോൾ ഒരു ചേട്ടൻ ബോട്ടിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇതുപോലെ വല്ല ചേട്ടന്മാർ ലിഫ്റ്റ് തന്നാൽ നമുക്ക് സുഖമായിട്ട് പോകാം. അല്ലെങ്കിൽ ഈ 4 കിലോമീറ്റർ നടക്കാൻ തന്നെ വേണം. എനിക്ക് നടക്കാൻ വയ്യ സത്യത്തിൽ. നടക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം വരിക, അല്ലാത്തവർ വന്നാൽ പെടും. തുരുത്തിന്റെ അറ്റെത്തി നമ്മള്. തുരുത്തിന്റെ അറ്റെത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാട്ടാ ബോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ കായലിന് ഈ ഒരു വെള്ളം ചെറിയൊരു പോർഷനായിട്ട് തിരിഞ്ഞ് പോണ സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഈ കണ്ടൽക്കാടും ഈ ഒതളങ്ങിയ തുരുത്തും ഉള്ളത്. അപ്പൊ ഇവിടെ ഏതാണ്ടൊക്കെ ഇത്ര ഞാൻ കാണാനുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോണ വഴിക്ക് കാണിച്ചു തരാം ഗൈസ്. നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ സാഹസികമായ ഒരു വഴി കൂടെ അകത്തേക്ക് പോവാട്ടാ. ഇവിടെ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. നമ്മൾ സാഹസികമായാണ് പോകാൻ പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഈ തുരുത്തും ഈ കണ്ടൽക്കാടിൽ കൂടെ വന്നതിനേക്കാളും പിന്നെയും കുറച്ചുകൂടി പേടിയാവുണ്ട് കേട്ടോ. കാരണം ഫുള്ള് ഇതാണ് അവസ്ഥ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വ്യൂ രക്ഷയില്ല. എൻ്റെ മോനെ, ഇതിലൊക്കെ എന്താ പറയാ, നമ്മൾ നേരെ ചെന്ന് കയറുന്ന വ്യൂ നോക്കിയേ. വെറുതെ സീൻ. അഴിക്കല് പാലം. നമ്മൾ നേരെ പാലത്തിൻ്റെ അവിടെ എത്തിരിക്കുക കേട്ടോ. എൻ്റെ അമ്മയെ, തുരുത്തിൻ്റെ അവിടെ നമ്മൾ നേരെ എത്തിയ കാഴ്ചയാണ്. അയ്യോ, ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ല. കായലിലെ ഒരു സീനറി മൊത്തത്തിൽ പൊളി, ഒരു രക്ഷയില്ല. ഇപ്പം ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നതാട്ടോ നമ്മൾ തുടങ്ങിയ സൈഡ്. ഒരു ഐസ് ഫാക്ടറി ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ബോട്ടുകളൊക്കെ ഒതുക്കിയിട്ടുള്ള സ്ഥലമാട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ട് ഒതുക്കിയിട്ട സ്ഥലത്ത് നമ്മൾ ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചിട്ടില്ലേ കുറച്ച് വഞ്ചികളൊക്കെ ഒതുക്കിയിട്ടായിരുന്നത്. അതുപോലെ തന്നെ ബോട്ട് ഇവിടെയാണ് ഒതുക്കിയിരുന്നത്. അപ്പോൾ കണ്ടൽക്കാട് കൂടെ നമ്മൾ കടന്ന് ഇത്ര ദൂരം നടന്ന് നമ്മൾ അറ്റത്തേക്ക് എത്തുമ്പോഴാട്ടോ ഈ തുരുത്ത്. ഈ തുരുത്തിൻ്റെ ഒരു ഭംഗിയാണിത്. അപ്പോൾ ഇവിടെയാണ് ആ സീരീസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീരീസ് ഷൂട്ട് ചെയ്തതിൽ അതിൽ ഞാനൊരു അത്യാവശ്യം നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത്. അങ്ങനെ നമ്മൾ ഒതളങ്ങിയ തുരുത്തൊക്കെ കണ്ടവിടെ നിന്ന് ഇറങ്ങിയിരിക്കട്ടോ. നമ്മൾ അതേ ദൂരം തന്നെ തിരിച്ചൊരു 3 കിലോമീറ്റർ തിരിച്ച് നടന്ന് നമ്മൾ പുറത്തൊരു കടയിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ഇരുന്നിട്ട് നമ്മൾ ജേണി തുടങ്ങിയിട്ടാണ്. നമ്മൾ പോയത് പിന്നെ അഴീക്കൽ വഴിയാണ്. നിങ്ങൾക്ക് കണ്ടറിയുണ്ടാവും അഴീക്കലിൻ്റെ ഭംഗി. ഞാൻ പിന്നെ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെയാട്ടോ ഒരു 4-5 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് മേലെ പോയിട്ടുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിയാണെങ്കിലും ഒരു രക്ഷയുണ്ടെന്ന് കേട്ടോ. മറ്റേ സൂര്യപ്രകാശം സൺലൈറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു സൺസെറ്റിൻ്റെ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. നല്ല കാറ്റും പിന്നെ ആ സൺസെറ്റിൻ്റെ ഒരു വൈബും ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതൊക്കെ കിട്ടി തുടങ്ങിയിരുന്നു കേട്ടോ. ആ പോകുന്ന വഴിക്ക് തന്നെ മൊത്തത്തിലൊരു രക്ഷ ഉണ്ടായിരുന്നില്ല അഴീക്കലിൻ്റെ വഴി. ഞാൻ പറയാണെന്ന് എല്ലാവർക്കും അറിയാം. അഴീക്കലിൻ്റെ വഴി പോയവർക്കും വീഡിയോയിൽ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവർക്കൊക്കെ അഴീക്കലിൻ്റെ ഭംഗി എന്തെങ്കിലും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പം നമ്മൾ അടുത്ത സ്ഥലമായ സ്പീഡ് ബോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുക കേട്ടോ. നമ്മൾ അഴീക്കലിലാണ് വന്നിരിക്കുന്നത്. വലിയ അഴീക്കലിലാണ് സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ പാർക്കിംഗ് ഉണ്ട്. ബീച്ചിൻ്റെ സൈഡിലൊരു പാർക്കിംഗ് ഉണ്ടോ. പാർക്കിങ്ങിൻ്റെ വണ്ടി വെച്ചിട്ട് നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഓവർബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സ്പീഡ് ബോട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ സ്പീഡ് ബോട്ട് എന്ന് വെച്ചാൽ പെർ ഹെഡ് 200 രൂപയാണ്. 200 രൂപയ്ക്ക് നമുക്കൊരു 2 റൗണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചേട്ടൻ അടിപൊളിയായിട്ട് കൊണ്ടുപോയി വരും കേട്ടോ. എനിക്കിപ്പോൾ ഞങ്ങൾക്ക് പറയണ പരിചയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു 3-4 റൗണ്ട് കിട്ടിയിരുന്നു. എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ചേട്ടനായിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ അടുത്ത് കമ്പനിയായി നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവന്ന് മൊത്തത്തിലൊന്ന് പോയിട്ട് ഭയങ്കര അഡ്വഞ്ചറൊന്നും അല്ലാത്ത രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ സേഫായിട്ട് ചേട്ടൻ ബോട്ടിൽ കൊണ്ടുവന്നു. ഞാൻ മൊത്തത്തിൽ നല്ലോണം എൻജോയ് ആയിരുന്നു കേട്ടോ. പിന്നെ നടുക്ക് നിർത്തിയുള്ള ഫോട്ടോ എടുപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സ്പീഡ് ബോട്ട് റൈഡ് നല്ല അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഒരു 20 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 20 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും ആ 20 മിനിറ്റും നമുക്ക് എന്താ പറയുക നല്ല അടിച്ച് പൊളിച്ച് തന്നെ പോയി വരാൻ പറ്റുന്ന രീതിക്കാണ് ചേട്ടൻ നമ്മളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവിട്ടത് കേട്ടോ. പൈസയും ഞാൻ പറയുകയാണെങ്കിൽ 200 രൂപയ്ക്ക് നമുക്ക് 2 റൗണ്ട് സ്പീഡ് ബോട്ടൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു അടിപൊളി സൺസെറ്റും കണ്ട് ബോട്ട് റൈഡും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങാട്ടോ അഴീക്കലിൽ. അപ്പോൾ നമ്മൾ
മറ്റേ മാംഗ്രൂവിലും പോയി, തുരുത്തും കണ്ടു, പിന്നെന്താ പറയുക അഴീക്കൽ വന്ന് ഒരു ബോട്ട് റൈഡ് നടത്തിയത്. നമ്മൾ സൺസെറ്റും കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ. അതാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. അപ്പോൾ നമുക്കിനി പോകുന്നതോറും ബാക്കിയുള്ളത് കാണാം. നല്ല വൈബാട്ടോ ബീച്ചിൽ ഈ സമയത്തൊക്കെയും, ഒരു രക്ഷയില്ലാത്ത വൈബാ. ഈ സൈഡ് വരണ ഒരു അഴീക്കൽ ബീച്ച് കാണാണ്ട് പോരുത് കേട്ടോ, ബീച്ച് മൊത്തത്തിൽ പൊളിയാ. അപ്പോൾ പുലിമുട്ട് നിങ്ങൾ കണ്ടില്ലേ, അറ്റം വരെ പോകാൻ പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ സമയത്തൊന്ന് അടിപൊളി സൺസെറ്റും കണ്ടുപോവാം. അപ്പോൾ കായംകുളം ഒന്ന് കറങ്ങി മറ്റേ മാംഗ്രൂവ് ഫോറസ്റ്റും പിന്നെ ഒത്തിളങ്ങിയ തുരുത്തൊക്കെ കണ്ട് നമ്മൾ അഴീക്കൽ വന്ന് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒരു ചെറിയ രീതിക്ക് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടയിൽ ചെറിയൊരു ഇതുണ്ടായി, അപ്പോൾ അത് കാരണം കൊണ്ട് മഴയ്ക്ക് പ്രോപ്പറായിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പുതിയതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ആ കമൻറ്റ്സാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ.